നമ്മുടെ പ്രിയപ്പെട്ട അജുബായ് ഇവിടെ നിന്ന് അയർലൻഡിലേക്ക് പോവുകയാണ്. അജുബായിയുടെ യാത്രയപ്പ് ചടങ്ങിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്ത് പറയണം എന്നറിയില്ല. അജുബായ് വർഷങ്ങളായിട്ട് നമ്മുടെ അസോസിയേഷൻ്റെ കൂടെ 2-3 വർഷമായി അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് നിൽക്കും. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അജുബായിയുടെ സ്ഥാനത്താണ്. എല്ലാവർക്കും അറിയാം തന്നെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രത്യേകം ശ്രദ്ധ യാത്രയാകുന്നത് അസോസിയേഷന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് അജുവിന്റെ യാത്രയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം അയർലൻഡിൽ പോയിട്ട് തന്നെ ഇതുപോലൊരു പത്തനംതിട്ട അസോസിയേഷൻ ഒന്നുകൂടെ തുടങ്ങിയിട്ട് അവിടെയും അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഇതിനെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വിഷ്ണുവിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യാത്രയപ്പിലേക്ക് കടന്നു വന്ന അജുവിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രഷറർ വിനീതിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രക്ഷാധികാരി പ്രിയപ്പെട്ട റീസാനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് അജുവിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ഈ യാത്രായോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ ഒരുമിക്കുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് ശേഷം കൂടിയിരിക്കുന്നത് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരുമ എന്ന പ്രോഗ്രാമാണ് ഞാൻ പുള്ളിയായിട്ട് ഏറ്റവും അടുക്കുന്നതും അതിനുശേഷം പുള്ളിയായിട്ട് കൂടുതൽ അടുക്കുന്നത്. അന്നു മുതൽ ഈ പറയുന്ന ഇന്ന് വരെയും ഇതിൻ്റെ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് പല അഡ്വൈസുകളും പല കാര്യങ്ങളും തന്നതും ഒരർത്ഥത്തിൽ നമ്മുടെ സ്വപ്ന പദ്ധതിയായ കാരണം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പുള്ളിയായിട്ടുള്ള ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. സ്വപ്ന ഭവനത്തിൻ്റെ ഒരു തുടക്കം ഞങ്ങൾ രണ്ടുപേരോടത്ത് ഇരുന്നിടത്ത് അവിടെ നിന്നാണ് ചർച്ചകൾ ആരംഭിക്കുന്നതും അങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള പ്ലാൻ വരുന്നതും. പക്ഷെ അത് ഭംഗിയായി തീരാൻ ഇടയായി. അതിന് പുള്ളി നമ്മളെ കൂടെ നിന്ന് സഹകരിച്ച ഒരു കൈത്താങ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. പല MLA വന്നത് മുതൽ പിന്നെ അതിനുവേണ്ടിയുള്ള ഫണ്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ പിന്നെ നമ്മുടെ അസോസിയേഷനിലെ ചർച്ചകൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊരു കാര്യങ്ങൾ വന്നാണ് പുള്ളിൻ്റെ ക്ഷീണം നമ്മൾ നല്ലപോലെ അറിഞ്ഞാണ്. ഏറ്റവും വലിയ ഫ്ലോപ്പായ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമായിരുന്നു. അതിനകത്ത് പുള്ളിയുടെ ഒരു എന്തോ തിരക്കുകൾ കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ ക്ഷീണം നമ്മൾ നല്ലപോലെ അനുഭവിച്ചാണ്. കഴിഞ്ഞ ഒരുമ മുതൽ കഴിഞ്ഞ ഓണം വരെ എല്ലാ പ്രോഗ്രാമുകളുടെയും ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിൽ എന്താണോ ചെയ്യാൻ പറ്റുക അതേ രീതിയിലെല്ലാം നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളോട് തോള് ചേർന്ന് നിന്ന് നമ്മുടെ സംഘടനയുടെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സംഘടനയുടെ നെടുന്തൂൺ ആയിരുന്നു പുള്ളി എന്നതിലൂടെ. കാര്യം അത് ഏറ്റവും കൂടുതൽ പുള്ളിയായിട്ട് സഹകരിച്ച ഈ സംഘടനയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അജുബായി പോകുന്നതിനോട് പേഴ്സണലായ ഒരു വിഷമമുണ്ടെങ്കിൽ പോലും ജീവിതയാത്രയാണ്. പിന്നെ അടുത്ത സ്വപ്നഭവനം പൂർത്തീകരിക്കാൻ അവിടെ കുറച്ച് ഫണ്ടൊക്കെ അയച്ചു. താങ്ക് യു. നേരത്തെ അസോസിയേഷൻ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പേഴ്സണൽ കാര്യത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് അസോസിയേഷൻ്റെ നമ്പർ സേവ് ചെയ്യുമ്പോഴാണ് അജു എന്താണെന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തേക്കുന്ന നമ്പറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരുമയുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ ക്ലബിൻ്റെ സൈഡിലൊരു ചെറിയ ആൾക്കാർക്ക് ചാരി നിൽക്കാൻ പറ്റുന്ന 1-2 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ നമ്പർ സേവ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് എനിക്ക് നേരത്തെ അറിയാവുന്ന അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പ്രോഗ്രാം മുതൽ അതിനുശേഷമുള്ള സുവർണം എല്ലാവരും എന്നെ കൈയടിച്ച് എൻ്റെ കൺവീനറാക്കിയത് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു പ്രോഗ്രാം അന്ന് ആ പ്രോഗ്രാം ഫസ്റ്റ് സുവർണത്തെ എസ്പെഷ്യലി അതിനെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതൊക്കെ 1-2 വട്ടം അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് ഞാൻ എന്താണോ ചെയ്തിരിക്കുന്ന മൊമെൻറ്റോ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള ഡോക്യുമെൻ്റ് ആയാലും എൻ്റെ നമുക്കെല്ലാം വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇതിങ്ങനെ മതി എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ. പിന്നെയാണ് അറിയുന്നത് വീടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ സ്ഥിരം പോകുന്നത് പറയാൻ പറ്റുന്ന നേരെ വീടിനടുത്ത് താമസിക്കുന്നു. അത്രയ്ക്ക് അടുത്ത ആണെന്ന് വീടിന് നാട്ടിൽ. അപ്പം അന്ന് മുതലൊരു ഞാൻ നിർത്തുന്നു.
Thank you, Joy, for all the support you give. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോകുന്നത് എന്തായാലും സങ്കടമാണ്. പിന്നെ ഇവർ പറഞ്ഞ പോലെ നല്ല ബീച്ചിൽ നോക്കി പോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ആദ്യം നേരുന്നു. അജുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ 97 എൻ്റെ കല്യാണം കഴിഞ്ഞ വർഷം തൊട്ട് പുള്ളിയും കുടുംബമായിട്ട് പരിചയമുണ്ട്. എൻ്റെ വൈഫിൻ്റെ കസിൻസ് ആണ് അവർ. അന്ന് തൊട്ടേ എവിടെ കണ്ടാലും അയ്യോ എൻ്റെ അളിയനാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ലാഭമൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരോടും പറയും എൻ്റെ അളിയനാണ്. അങ്ങനെ ഒരു ഇത് എവിടെ പോയാലും നമുക്ക് ഒരു കേൾക്കുന്നതിൻ്റെ ഒരു സുഖമാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇതാണ്. പിന്നെ അജിബായി പറയും എൻ്റെ അളിയനാണ്. നമുക്ക് ഞങ്ങളുടെ മുതലാളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെ പുള്ളിക്കാരത്തി ഈ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു ടീമാണ്. പക്ഷെ അജു ഉണ്ടായിരുന്ന 2 വർഷം എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞു, അജുവിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഒരീസ് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടിയിരുന്നു. കാരണം അവിടെ ഒരു സ്റ്റാഫിൻ്റെ ഒരു ഇൻസിഡൻറ്റ് വന്ന ഉടനെ ഹോസ്പിറ്റലിൽ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ചെയ്ത് പുള്ളി 2 ദിവസം അവധി എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ അവരെ ആ ഒരു അപ്രോച്ച് ചെയ്യാൻ വേണ്ടി അപ്പോഴും പുള്ളി പറഞ്ഞ അളിയെന്ന് പറഞ്ഞാൽ വിളിയൊക്കെ വല്ലപ്പോഴൊക്കെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. കേൾക്കുന്ന സുഖമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അജുവിനെ പറ്റി പറയാം. 2004 മുതൽ ഞാനിവിടെ കറങ്ങി വന്നപ്പോൾ സെൻറ് മേരീസ് പള്ളിയിൽ ചെന്നിട്ട് ഇപ്പോഴും ഈ കഴിഞ്ഞ നോയമ്പിൽ ഈസ്റ്റർ കഞ്ഞി ഇപ്രാവശ്യവും ഞാൻ കുടിച്ചു. അത് ആദ്യത്തെ അജുവാണ് അതിന് കാരണക്കാരൻ. എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ അടുത്ത അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് വേണ്ടി സ്വന്തമായിട്ട് കയ്യിൽ ടിക്കറ്റ് എടുത്ത് പ്രോഗ്രാം അജിറ്റേഡ് തന്നെ ഏറ്റെടുക്കണമെന്ന് അറിയിക്കുന്നത്. നമസ്കാരം. ആജോ ചാച്ചിനെ എനിക്ക് അറിയാവുന്നതെന്ന് വെച്ചാൽ ഞാൻ ബഹ്റൈനിൽ 2016 വന്നപ്പം ചേച്ചിയും റോൻ ചാച്ചിനോട് എന്നെ പരിചയപ്പെടുത്തിയത് കുഞ്ഞാ സെക്രട്ടറി, ട്രഷറർ, രക്ഷാധികാരി, പ്രിയപ്പെട്ട അജുവിനെ പറ്റി 2 വാക്ക് പറയണം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് അജുവിനെ അറിയാം, പേഴ്സണലായിട്ട് അറിയാം. പക്ഷേ അതായത് ബഹ്റിലെ ഏത് സാമൂഹിക സാംസ്കാരിക പരിപാടിയുടെ ഒരു ആങ്കർ എന്ന നിലയിലാണ് ഞാൻ കണ്ടത്. പക്ഷെ ഞങ്ങൾ പേഴ്സണലായിട്ട് പരിചയപ്പെടുന്ന 2 വർഷം മുമ്പ് നാട്ടിൽ വെച്ച് പത്തനംതിട്ട വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. നമ്പർ പരസ്പരം സേവ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട രക്ഷാധികാരി ജോറീസ് അച്ഛൻ, പ്രസിഡന്റ് വിഷ്ണുഭായി, സെക്രട്ടറി സുനുഭായി, വിനീത്, ട്രഷറർ, അതുപോലെ ലേഡീസ് യൂണിവേഴ്സിൻ്റെ സെക്രട്ടറി സിജി, സോറി ബാക്കി വൈസ് പ്രസിഡന്റ് നമ്മുടെ യാത്രയിൽ കൊടുക്കാനാണ്. നമ്മുടെ അജുബായെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും കഴിഞ്ഞ വാർഷിക പ്രോഗ്രാം എങ്ങനെയായിരുന്നു. അപ്പം അജുബായുടെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആ പ്രോഗ്രാം മനസ്സിലാക്കി. എന്ത് പ്രോഗ്രാമും ഏറ്റെടുത്ത് അത് അജുബായി ഏറ്റെടുത്ത് മക്കളെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ അജുവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരൻ്റെ മകനാക്കാൻ അത്രയും പോരാൻ പോകുന്നു. എനിവേ സഹോദര തുല്യനാണ്. എനിക്ക് ഏറ്റവും അജുവിനെ മിസ് ചെയ്ത കാര്യം നമ്മളെല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പ്രോഗ്രാം എന്നോട് പേഴ്സണലി 2 പേര് വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ആങ്കർ സ്ഥിരം ഉള്ള ആങ്കർ എവിടെയെന്ന് ചോദിച്ചു. നമസ്കാരം. അജുബായെ കുറിച്ച് എല്ലാവരും ഇവിടെ ഡിസ്കസ് ചെയ്തു. എനിക്കും അതേ സെയിം ഒപ്പീനിയൻ തന്നെയാണ്. നമ്മുടെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അസോസിയേഷനിൽ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അജുബായ് ഏതൊരു കാര്യങ്ങളും. സോ ഫിസിക്കലി നിങ്ങൾ പോകുന്നത് അയർലൻഡിൽ, ബട്ട് വോയിസ് ആയിട്ട് ഞങ്ങളോട് എപ്പോഴും ഉണ്ടാവണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അയർലൻഡിൽ പോയിട്ട് ഇവർ പറയുന്ന പോലെ അസോസിയേഷനാണോ ഇതാണെന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇടയ്ക്കിടയ്ക്ക് ബഹ്റിനിൽ വരണം, നമ്മളെ കാണണം. അതുപോലെ തന്നെ എന്നെയും വിനീതിനെയും അയർലൻഡിലേക്ക് കൊണ്ടുപോകണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂട്ടിരിക്കുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി, യൂസഫ് അലി, ഇവർക്കെല്ലാം ബിസിനസ് ഉണ്ട്. അത്
എനിക്കും പിന്നീട് സംഘടിക്കാൻ ഒരു ഗതിയില്ല. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. പ്രിയപ്പെട്ട വിഷ്ണു, സുനു, ഇന്ത്യയിൽ പ്രവേശിച്ച പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും, ഞാനൊരിക്കലും ഈ സാധാരണ ഈ പറയുന്ന പോലെ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. ഈ പറഞ്ഞ റയീസിച്ചാനാണ് ഇവരുടെ സുജാമയായിട്ടുള്ള റിലേഷൻ അന്നോട്ടുള്ളതാണ് റയീസിച്ചാണ് എനിക്കറിയാവുന്നത്. എന്നോടൊരു ദിവസം പറഞ്ഞു, അജു പിന്നെ ഇതുപോലെ പത്തനംതിട്ട അസോസിയേഷൻ അതുള്ള പ്രിയപ്പെട്ട മാത്തുകുട്ടിച്ചാൻ തുടങ്ങിയ ഒരു സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് പത്തനംതിട്ട എന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഇവിടെ രജിസ്റ്റർ ചെയ്ത സംഘടനയായിരുന്നു. അതിൽ ഞാൻ സെക്രട്ടറിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ അസോസിയേഷൻ എല്ലാം നിർത്താൻ മിനിസ്റ്റർ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ നിർത്തുന്നത്. ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിൽ ഓക്കെ അങ്ങനെ ചെയ്തു. അന്ന് ചെയ്യാൻ ഏൽപ്പിച്ച് സത്യം പറഞ്ഞ ബോബിയാണ് നമ്മുടെ കൂടെ ആദ്യം എൻ്റെ കൂടെ പോകുന്നത്. ബോബി പുള്ളിക്കുട്ടിയാണ് പ്രോഗ്രാമിന് ആദ്യം വരുന്നത്. അത് കൃത്യമായിട്ട് തന്നു. അന്ന് വേറൊരു പുള്ളിക്കാരത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പേര് ഓർക്കുന്നില്ല, അമ്മയൊക്കെ. അപ്പം അത് കഴിഞ്ഞപ്പം അന്ന് തൊട്ടാണ് തുടങ്ങിയത്. എന്നെ സംബന്ധിച്ച് പ്രോഗ്രാം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സ്പിരിറ്റ് ഉള്ള സംഭവമാണ്. സത്യമായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി പ്രോഗ്രാം ആങ്കർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ നാട്ടിൽ ചെറുതായിട്ട് സിനിമ ഫീൽഡിലും മറ്റേ സ്റ്റേജിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പിരിറ്റായി സാധനം ചെയ്യാൻ. പിന്നെ അതങ്ങനെ നിന്നാൽ അത് ഇത്രയും സക്സസ് ആയിട്ട് ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തുമില്ല. എന്നോട് പറയാം ഇത് മാറ്റി ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് എന്നെക്കൊണ്ട് പറ്റൂല. കാരണം നമ്മളൊരു രാവിലെ 8:30 നമ്മൾ തുടങ്ങി 3:30 വരെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. 3:30 വരെ സത്യം പറഞ്ഞാൽ അന്ന് നമ്മുടെ പ്രോഗ്രാം ലെങ്തി പ്രോഗ്രാം ചെയ്തത് അന്നാണ്. ശരിക്കും അന്ന് നമ്മൾ വീട് പോകുന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷെ നമ്മളതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത്, കാരണം അത് നമ്മളെ സംബന്ധിച്ച് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വികാരമാണ്. ഞാൻ ഏറ്റവും കൊണ്ടല്ല നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ഒരുമയും കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മീറ്റിങ്ങുകൾ വളരെ ചർച്ചയുണ്ടാവും. പ്രതിപക്ഷം ശക്തമായിട്ടുണ്ടാവില്ലേ ഭരണപക്ഷം ശക്തമാവത്തുള്ളൂ. നമ്മൾ വിമർശിക്കേണ്ട കാര്യം വിമർശിക്കുക തന്നെ വേണം. പക്ഷേ വിമർശനം ആ റോളിനകത്ത് നിൽക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുമയും കാണും. വളരെ അത്ഭുതത്തോട് നമ്മൾ പ്രവർത്തിക്കും. നമ്മളിപ്പോൾ ഇത്രയും പേരൊക്കെ വന്നെങ്കിലും വളരെ സൈലൻ്റായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക്. ബിരിയാണി ചാനൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി പേരുണ്ട്. യാതൊരു പ്രതിഫലം, അതായത് നമ്മൾ ചിലപ്പം അവർക്കൊരു താങ്ക്സ് പറയാൻ മറന്നുപോകും. എന്നാലും പിന്നെയും അവർ വന്ന് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പേര് പറഞ്ഞ് മിസ്സാവുള്ളൂ ഞാൻ പറയാം. എന്നാലും നമ്മുടെ വിഷ്ണു, നമ്മുടെ അനിൽ ഭായിയോ ഉള്ളവർ അവർ ഞാൻ പറയാം, ബാക്കിയുള്ളവരൊക്കെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഇവർ രണ്ടുപേർ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാര്യം ഭയങ്കര സൈലൻ്റായിട്ട് വർക്ക് ചെയ്യും. അവർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ അവർ മറക്കത്തില്ല. പിന്നെ ഞാൻ അവിടെ പോകുന്നത് എവിടെ പോയി ഇനി 0 തൊട്ട് എത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഈ യൂറോ ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അവിടുത്തെ പ്രിന്റിംഗ് പ്രസ്സിലല്ല ഞാൻ പോകുന്നത്. എന്നോട് ഈ പൈസ പറഞ്ഞോണ്ട് അല്ല, അതൊരു മിനിറ്റ് ഞാൻ പറയാം. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. എന്നെ സംബന്ധിച്ച് അസോസിയേഷൻ ഒരു ജീവനാടി തന്നെയാണ്. പിന്നെ വ്യക്തിപരമായിട്ട് എല്ലാവരോടും എനിക്ക് ബന്ധമുണ്ട്. ഞാൻ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ എവിടെ വെച്ച് കണ്ടാലും ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ എപ്പോഴെങ്കിലും ലേഡീസിനെ അല്ല ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി. അല്ലെങ്കിൽ ഞാൻ കാണുമ്പോൾ കൃത്യമായിട്ട് പറയാറുണ്ട്. മുൻസി ഇപ്പം ഈ ഗാനങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തുമ്മപ്പള്ളി സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ശരിയായിരിക്കാം. എനിക്ക് നാട്ടിൽ നമ്മൾ ഈ ഗാനങ്ങളുടെ പരിപാടി സപ്പോർട്ട് ചെയ്തിരിക്കും. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ വളരെ സന്തോഷമായിട്ട് പറയുന്നത് ഈ സ്വപ്നഭവനം അന്ന് ഞാനും ഇഷ്ടമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ എന്നും കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓണം നടത്തുന്നു, അങ്ങനെയല്ല. നമ്മളെ മൂലം ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഏത് കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ്. അതിന് ഞാൻ വിഷ്ണുവായിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. വിഷ്ണുവായി നമുക്കൊരു വീട് ദൈവം ഒരു കാര്യം ജോലിക്കും യാതൊരു പ്രശ്നവും ഇപ്പോഴും ഇല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ എന്നോട് പറഞ്ഞതാണ് കൃത്യമായിട്ട് അജു റിസൈൻ ചെയ്യേണ്ട. എന്നോട് റിസൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല അവർ ഇതുവരെ. അടുത്ത വർഷം വരെ അദ്ദേഹം വിസ അടിച്ചിട്ടിരിക്കുകയാണ്, 2027 വരെയും. അത് പറ്റത് കൊണ്ടല്ലേ